ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള അസുഖങ്ങളായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ചുമ, ജലദോഷം, അതുപോലെ പനിയൊക്കെ ആയിരിക്കും എല്ലായിടത്തും. അപ്പോൾ ഇതുപോലെ ഒരു കാപ്പി നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റപാട് തന്നെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വരുന്നത് തന്നെ ഒരു പരിധിവരെ തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്കിത് എപ്പോഴും ഇത് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു കാപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മളെ വീട്ടുവളപ്പിലുണ്ടാകുന്ന പല ഇലകളും അതുപോലെ തന്നെ നമ്മൾ കുറേ സ്പൈസസ് നമ്മളെ വീടുകളിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ വീട്ടിലെ വളപ്പിൽ തന്നെ പറിച്ചുകൊണ്ടിരുന്ന പനിക്കൂർക്കേൻ്റെ ഇല എടുക്കുന്നത് ഒരു 3-4 ഇല എടുക്കാം ഇതിന്. അതുപോലെ തന്നെ പേരയില എടുക്കുന്നുണ്ട്, അത് ഒരു 3-4 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം നമ്മുടെ തുളസി എടുക്കുന്നുണ്ട്. അപ്പോൾ കരിന്തുളസിയില ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ. പിന്നെ അതുപോലെ ഒരു 3-4 വഴനയില എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആടലോടകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആടലോടകവും വഴനിയിലും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല, ഉള്ളത് മാത്രം എടുക്കുക. ഇപ്പോൾ ഈ ഒരു 3 ഇല ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില എടുക്കുന്നുണ്ട്. മുരിങ്ങയിലൊക്കെ വളരെ നല്ലതാട്ടോ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് എത്ര ആളുണ്ടോ വീട്ടിൽ അതിനനുസരിച്ചിട്ട് വെള്ളം വെക്കുക. അപ്പോൾ ഞാനിതൊരു 4-6 ഗ്ലാസ് അങ്ങനെ കണക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന ഇലയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിഞ്ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക കൂടി പൊടിച്ച് വെച്ചതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഈ മുരിങ്ങയില ചേർക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില നമ്മളിപ്പോൾ കർക്കിടകത്തിലൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ പറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം മുരിങ്ങയില ഒഴിവാക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കാപ്പി വെക്കുമ്പോൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഇലേൻ്റെ ഒക്കെ സത്ത് ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് ഇറങ്ങുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത പല ഇലകളും നമുക്ക് തന്നെ അറിയാം ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്ത പനിക്കൂർക്ക ആയാലും തുളസി ഇല ആയാലും അതുപോലെ ആടലോടകം ഒക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. ശ്വാസമുട്ടിനും കഫം ഇളകി പോകാനും ഒക്കെ ആടലോടകം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയൊക്കെ നമ്മൾ ജലദോഷത്തിനൊക്കെ വളരെയധികം എന്താ പറയേണ്ടത് യൂസ്ഫുള്ളാണ്. അതൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ. തുളസി ഇല ഇട്ടിട്ട് ആവി പിടിക്കുന്നവരുണ്ട്, അതുപോലെ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പനിക്കൂർക്കയില ചെറിയ കുട്ടികൾക്കൊക്കെ കഫം മാറാനും അതുപോലെ തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ അതിൻ്റെ നീര് വാട്ടി പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കുന്നവരുണ്ട്, തേനിലൊക്കെ ചാലിച്ച് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം നല്ലപോലെ തിളക്കണം. എന്നാലേ ആ ഒരു ഇലയൊക്കെ വെന്ത് അതിൻ്റെ സത്ത് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അതുപോലെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ ചതക്കിയിടാറില്ലേ, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് എരിവാകുമെന്ന് വെച്ചിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1-2 പീസൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കും, ഞാൻ അതിൻ്റെ ചേരുവകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇലകളും കൂടി ഇതിൽ അധികം ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ചൂടോടുകൂടി കുടിക്കാം. അപ്പോൾ രാവിലെ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് തണുപ്പ് കാലത്ത്, അതായത് അസുഖങ്ങളുള്ള ആ ഒരു മഴ സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് വർഷം മുഴുവനും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കാപ്പിയാണിത്. അപ്പോൾ ഇത് ദിവസേന കുടിക്കുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ പല അസുഖങ്ങളും വരാതെ തടയാനും പറ്റും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1-2 മാസം പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മഴക്കാലത്ത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ അസുഖങ്ങളെയും നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.